മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരമായി നമ്മുടെ തരുൺ മൂർത്തി നമ്മളോടൊപ്പം ഉണ്ട്. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. ഈ സിനിമ റിലീസ് ചെയ്ത് ആദ്യം ഒരു ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാരും പറഞ്ഞു സൗദി വെള്ളയ്ക്ക ഒരു ജെമ്മാണ്, ഒരു രത്നമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെ അത് അംഗീകരിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു. നല്ല അഭിമാനമാണ്, സന്തോഷമാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യ സിനിമ. അതിനുശേഷം ആ സിനിമ റിലീസാകുന്നതിന് മുന്നേ തന്നെ സന്ദീപ് സേനുമായിട്ട് ഉർവശി ഡേറ്റേഴ്സിന് ഒരു പടം ചെയ്യാൻ ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നു. അപ്പം അതിനുശേഷം അതിന്റെ യാത്ര അത്ര സ്മൂത്ത് അല്ലായിരുന്നു. കാരണം നമുക്ക് വേണ്ട രീതിയിൽ ആർട്ടിസ്റ്റുകളെ കിട്ടുന്നില്ലായിരുന്നു. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഒരു ആർട്ടിസ്റ്റ് സൗദി ഗ്രേസി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഷൂട്ടിന് തൊട്ട് ഒരു 1.5 മാസം മുന്നേ മരണപ്പെട്ടു പോയി. പിന്നെ ഈ സിനിമ നടക്കുമോ എന്നറിയാണ്ട് വന്നു. പിന്നെ എവിടെ നിന്നോ പെട്ടെന്ന് അത്ഭുതം പോലെ കയറി വന്ന എന്റെ വാട്സപ്പിന്റെ ഒരു സ്റ്റാറ്റസിൽ കണ്ടാണ് ദേവി വർമ്മ ഒന്നുകൂടി സിനിമയ്ക്ക് വീണ്ടും ജീവൻ വെക്കുന്നു. ലുക്മാൻ വരുന്നു, ബിനുചേട്ടൻ വരുന്നു, ഇപ്പം സജീദ് പട്ടാളം അല്ലെങ്കിൽ IT ജോസഫ് ഒരുപാട് നല്ല നാടകകലാകാരന്മാർ ഈ സിനിമയിൽ അഭിനയിച്ചത് സ്ക്രീനിൽ കാണാൻ പറ്റാണ്ട് മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ സിനിമ. റിലീസ് ചെയ്യുന്നതിന്റെ സമയത്തും ഒക്കെ നമുക്ക് ഇതിന്റെ ഒരു ബിസിനസ് സാധ്യത ഇല്ല എന്നുള്ള ചോദ്യം ചെയ്യലുകൾ, എന്തിന് ഈ സിനിമ ചെയ്തു എന്നുള്ള ചോദ്യം ചെയ്യലൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നത് സോ കോൾഡ് കോർപ്പറേറ്റ് ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു. ബട്ട് അപ്പോഴും ഞാനും ഇത് ചെയ്ത ഉർവശി ഡേറ്റേഴ്സും സന്ദീപ് സേനും ഒക്കെ ഒരുപോലെ പറഞ്ഞു നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചെയ്തൊരു സിനിമയാണ്. അത് എപ്പോഴെങ്കിലും ആളുകൾ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടും എന്നൊരു വിശ്വാസം പ്രൊഡ്യൂസറും തന്നിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പൊ നാഷണൽ ലെവലിൽ മികച്ച സിനിമയായിട്ട് നിൽക്കുമ്പോൾ നാഷണലി എന്ന് പറയുന്ന ദേശീയ അവാർഡിന് മുൻപേ തന്നെ ഒരുപാട് അവാർഡുകളും അല്ലെങ്കിൽ ഒരുപാട് അംഗീകാരങ്ങളും സൗദി വെള്ളയ്ക്കയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. സൗദി വെള്ളയ്ക്ക ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച സിനിമയായിരുന്നു. അതങ്ങനെ എല്ലാ മലയാളത്തിൽ നിന്നൊക്കെ വളരെ വിരളം മാത്രമേ സിനിമ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളെ ഗോവ ഇന്ത്യൻ ഫെസ്റ്റിവലിൽ ഗാന്ധി മെഡൽ കാറ്റഗറിയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട സിനിമയാണ്. ബാംഗ്ലൂർ ഫെസ്റ്റിവലിൽ മികച്ച സിനിമയായിരുന്നു. അങ്ങനെ ഏകദേശം 18-19 ഫെസ്റ്റിവൽസിൽ സെലക്ട് ആയ സിനിമയാണ്. പക്ഷേ അപ്പോഴൊന്നും ഇത് നമ്മൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു ദേവി വർമ്മ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സജീദ് പട്ടാളം എന്നൊക്കെ പറയുന്ന ആൾക്കും അറിയാത്ത ആളുകളായതുകൊണ്ട് തന്നെ അത്ര വലിയ കൊട്ടിഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് എന്ത് വന്നാലും ഈ സിനിമയുടെ ഒരു ഡയലോഗ് പോലും ആളുകൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടുമ്പോൾ ഇതൊരു അവാർഡ് കിട്ടിയ പോലെയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞിടക്ക് പോലും നമ്മൾ വയനാടിൽ ആ വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ ആളുകളൊക്കെ ജാതിയും മതമൊക്കെ മറന്ന് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴും അവർ യൂസ് ചെയ്തത് ഞങ്ങളുടെ സിനിമയിലെ വാചകമാണ്, ഇത്രയൊക്കെ ഉണ്ട് മനുഷ്യൻ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അവാർഡും സന്തോഷവും. തരുൺ മൂർത്തി എന്നതിനപ്പുറത്തേക്ക് തരുൺ മൂർത്തിയുടെ പുറകിൽ നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. ശരിക്കും ഇതിനകത്തിലെ അഭിനേതാക്കളാണെങ്കിലും എല്ലാവരും ഒന്നിനൊന്നും മികച്ചതായിട്ട്, ഇപ്പൊ ദേവി വർമ്മയുടെ കാര്യത്തിൽ ഒരു സ്ക്രീൻഷോട്ട്, ഒരു ഫോട്ടോ കണ്ട് പെട്ടെന്ന് തെരഞ്ഞെടുക്കട്ടെ, പിന്നീട് അത് ദേവി വർമ്മ എന്നുള്ള കഥാപാത്രം അല്ല ആക്ട്രസ് പിന്നെ അങ്ങോട്ട് വളരുകയാണ് ചെയ്തത്. സ്വഭാവം നടിയായിരുന്നു. ഞാൻ പറഞ്ഞ ടെക്നീഷ്യൻസ്, ശരൺ വേലായിരുന്നു ക്യാമറാമാൻ. ഞാൻ ശരനോട് പറഞ്ഞത് അതിന് കൺമുന്നിൽ കാണുന്ന പോലുള്ള വിഷ്വൽസ് വേണം, നമുക്കൊരു ഇറാനിയൻ പടം ചെയ്ത പോലെ ആളുകൾക്ക് തോന്നണം. അപ്പൊ അതിനൊപ്പം നിന്ന് നിഷാദ് എന്ന് പറഞ്ഞ എഡിറ്റർ, എന്റെ ഇപ്പം ലാലേട്ടന്റെ പടവും നിഷാദാണ് എഡിറ്റ് ചെയ്യുന്നത്. ബിനു പപ്പു എന്ന് പറഞ്ഞ എന്റെ അസോസിയേറ്റ്, ആക്ടർ മഞ്ജുഷ എന്ന് പറഞ്ഞ കോസ്റ്റ്യൂമർ, ആർട്ട് ചെയ്ത സാബു ചേട്ടൻ, മേക്കപ്പ് ചെയ്ത മനു, അങ്ങനെ ഒരുപാട് പേരുടെ ഒരു ഗ്രൂപ്പായ എഫേർട്ടാണ്. അപ്പൊ ഇത് സിനിമ മികച്ച സിനിമ എന്നാണ്, അല്ലാതെ ഇൻഡിവിജ്വലി അല്ലല്ലോ. അപ്പം അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൂടിയുള്ള സിനിമയാണ്. ഇത് എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാം, എല്ലാവർക്കും മനസ്സോട് ചേർക്കാം. അത് നമ്മൾ പോയി വാങ്ങുന്നു എന്നുള്ളൂ. പക്ഷെ ഇതൊരു ടോട്ടൽ ടീമിന് കിട്ടിയ അംഗീകാരമാണ്. നമ്മളുടെ ഞങ്ങൾ ആ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം ആയിട്ടുള്ളെങ്കിലും നമ്മൾ അതിന്റെ പിന്നാലെ ഒരു 1.5 വർഷം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2.5 വർഷത്തെ സങ്കടങ്ങൾക്കും സന്തോഷം. ഇപ്പം വൈഫിനൊക്കെ അറിയാം, ഞങ്ങള് ചില സമയത്തൊക്കെ ആളുകൾ ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെ ആര് കാണാനാണ് എന്നൊക്കെ ചോദിച്ച് പുച്ഛിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ്. അയ്യോ, നമ്മൾ ഭയങ്കര ഹൃദയം കൊണ്ടൊരു സിനിമ ചെയ്തിട്ട് ഈ സിനിമ സുഡാനി ഫ്രം നൈജീരിയ ഒരുപാട് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്. അത് കണ്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഇതേപോലെ ഫീൽ ഉണ്ടാക്കണം എന്ന് മനസ്സിൽ കണ്ടിട്ടാണെങ്കിൽ സിനിമ അങ്ങനെ സിനിമയൊക്കെ ആര് കാണാനാണെന്ന് ചോദിച്ച സമയത്ത് നിന്ന് ആ ഡിസംബർ മാസങ്ങളിൽ നമ്മൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, ശേഷം ആ റിലീസ് കഴിഞ്ഞതിന് ശേഷം അത് കിട്ടിയൊരു ഭയങ്കരമായ ആനന്ദം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും സാധാരണക്കാരുടെ പ്രശ്നം പറയുക, അതൊരു പൊളിറ്റിക്കലി ചർച്ച ചെയ്യുക, അത്തരം സിനിമകൾ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള വിഷയമാണ്. അത്തരം അങ്ങനെ എടുക്കുന്ന സംവിധായകർ നമ്മുടെ മലയാളത്തിലുണ്ടെങ്കിലും അത് ഒരു ഇന്ത്യ ഒട്ടാകെ അതിനെ അറിയപ്പെടുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഫിലിം ഫെസ്റ്റിവലിൽ പോവുക എന്നൊക്കെ പറയുന്നത് അഭിമാനകരമായ എന്നാലും വളരെ വിരളമായ ഒന്നാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് സൗദി വെള്ളക്കയുടെ രാഷ്ട്രീയവും സൗദി വെള്ളക്കയുടെ പ്രമേയവും എല്ലാം ചർച്ചയാവുന്നതും. അതിന് പിന്നിലുള്ള എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം ഇതിന് പിന്നിലുള്ള റിസർച്ച് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളിപ്പോൾ 1 വർഷമായിട്ടുള്ള ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും ഇതിന്റെ റിസർച്ച് ഭയങ്കരമാണ്. ഈ കേസ് എന്നൊക്കെ പറയും
അല്ല ഇതൊരു ആർട്ട് മൂവി എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടാണ്ട് ഇതൊരു കൊമേഴ്ഷ്യൽ ആയിട്ട് തന്നെ തിയേറ്ററിൽ ഓടണം എന്ന് പറയുന്നൊരു ഒരു ചിന്ത ഞങ്ങൾക്കൊക്കെ ഉണ്ടാകും. അപ്പം നമ്മളിതിനകത്ത് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിന് ഹ്യൂമേഴ്സ് വർക്ക് ചെയ്യുമ്പോഴും ഞാൻ അപ്പോഴും എൻ്റെ അസിസ്റ്റൻസിനോട് പറയും ഈ ഹ്യൂമറാണ് ഇതിനെ കൊമേഴ്ഷ്യലാക്കുന്നത്. മറ്റത് ഇമോഷണലി ആ സിനിമ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഹ്യൂമറൊക്കെ തിയേറ്ററിൽ വർക്കായാൽ ഈ സിനിമ കൊമേഴ്ഷ്യലി സക്സസ് ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മളിത് എഡിറ്റ് ചെയ്യണ സമയത്തൊക്കെ നമുക്ക് പലപ്പോഴും ഈ ഹ്യൂമറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഓൺ കോണ്ടന്റിൽ തന്നെ നിന്നാലോ എന്നൊക്കെ ചർച്ചകൾ വരുമ്പോഴും എൻ്റെ എഡിറ്ററാണ് പറഞ്ഞത് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ സാധാരണ സിനിമ പോലെ ആയിപ്പോയി. ഇത് നിങ്ങൾ ഇമോഷൻസിൽ ഇങ്ങനെ ബ്ലെൻഡ് ഒരു റോളർ കോസ്റ്റർ പോലെയാണ്. ഒന്ന് ചിരിച്ചാൽ പെട്ടെന്ന് സങ്കടം വരും, പിന്നെ മനസ്സ് നിറയും, പിന്നെ അങ്ങനെയുള്ളൊരു ഒരു രീതിയിലാണിത് ട്രീറ്റ് ചെയ്തത്. അപ്പം പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കാൻ സഹായിച്ച എല്ലാ ടെക്നീഷ്യൻസിനും ഒപ്പം സന്ദീപ് സേനൻ എന്ന് പറയുന്ന നിർമ്മാതാവിന്, എൻ്റെ ഫാമിലിക്ക്, അവർക്കൊക്കെയാണ് ഈ സിനിമ സന്തോഷം. മലയാളികൾ ആഗ്രഹിച്ചതുപോലെ തന്നെ, മലയാളി പ്രേക്ഷകർ ആഗ്രഹിച്ച പോലെ തന്നെ ഇന്ത്യൻ സിനിമയും ചേർത്ത് പിടിക്കുകയാണ് സൗദി വെള്ളയ്ക്ക്. ഏതായാലും കൺഗ്രാറ്റുലേഷൻസ്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മലയാളി പ്രേക്ഷകർ ഒരുപാട് ഏറ്റെടുത്ത ഒരു സിനിമ കൂടിയാണ് ഓപ്പറേഷൻ ജാവയ്ക്ക് ശേഷം സൗദി വെള്ളയ്ക്ക. എന്തായാലും ഒരുപാട് ആശംസകൾ. ഇനിയും നല്ല നല്ല സിനിമകൾ ചേട്ടാ L360 ആയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, ഇരിക്കുമ്പോഴാണ് ഇപ്പൊ അറിഞ്ഞത്. അപ്പൊ ഒരു ഭാഗ്യമുള്ള സിനിമ തന്നെ അമ്മായി മാറട്ടെ, നല്ല ജാതകമുള്ള സിനിമയായിട്ട് മാറട്ടെ. ഇന്നലെയൊക്കെ നമുക്കൊന്നും കിട്ടൂലായിരിക്കും അല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു.